the Russia there lived a rich merchant. He had a servant. The merchant was a cruel man. Ivan had no time to rest. Lived a rich merchant. He had a servant, a bright and brave boy called Ivan. The merchant was a cruel man. He made Ivan turn from dawn to dusk. Ivan had no time to rest. Tired after heavy work. അല്ലപ്പാ മച്ചൂർ മാൽക്ക് മനോഹര വിലാസ് LP സ്കൂൾ. ഇവിടെ നല്ലോണം ഇംഗ്ലീഷ് എല്ലാം വായിക്കുന്നുണ്ടല്ലോ. എന്റെ മോനെ നാട് ചേർക്കാൻ തോന്നുന്നു. ഞാനെന്നാ ഇവനെ സ്കൂൾ ചേർത്തിട്ട് വരട്ടെ. പോയിട്ട് വരാലോ. ചെപ്പലോട് സ്കൂലേ എടിയാടോ കുട്ടീനെയും കൂട്ടിട്ട് പോന്ന് ഇവനെ അവിടെ ചേർക്കാൻ പോന്നപ്പാ. മച്ചൂർ മനോഹര വിലാസ് LP സ്കൂള്. ആഹാ അവിടെ ഇംഗ്ലീഷ് എല്ലാം ഉണ്ടാ? ആ ഇംഗ്ലീഷ് എല്ലാം ഉണ്ട്. ആരാ പറഞ്ഞു? നമ്മളെ ചങ്ങായിമാരെല്ലാം കംപ്ലീറ്റ് ആടിയല്ലേ കുട്ടികളെല്ലാം ചേർക്കുന്നേ. അതെയാ? നിങ്ങളെ കുട്ടികളെ എവിടെയും ചേർക്കുന്നേ? ഞാനാടെയും ചേർക്കൂല. അതാ ഞാൻ ഇംഗ്ലീഷ് മീഡിയം തന്നെ ചേർക്കും. ആടെ ഇംഗ്ലീഷ് ഉണ്ട്. എനിക്ക് വിശ്വാസമില്ല. മോന്റെ പേരെന്താ? മോൻ എത്രാം ക്ലാസ്സിലേക്കാ? നിങ്ങളുടെ പേര്? ദിവീസ്. വീട്? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. വീട്ടുപേര്? വീട്ടുപേര് ശരണ്യനിവാസ്. മോന്റെ പേരെന്നാ? നാദു കൃഷ്ണയാ? നല്ല പേരാണല്ലോ. ടീച്ചറെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം എത്തിയാ? ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് യൂണിഫോമും കൂടി ഒന്ന് കൊടുത്തേക്കാം അല്ലേ? അങ്ങോട്ട് ഇനി കുട്ടീനെയും കൂട്ടിയിട്ട് ഇവിടെ ചേർക്കാൻ വന്നതല്ലേ? നീ ചേർത്താ? ഞാൻ ചേർത്ത്. ആഹാ ഇതെന്താ നിങ്ങൾ കുട്ടീനെ കൂട്ടണ്ട സ്കൂൾ ചേർക്കാൻ വന്ന്? ഞങ്ങക്ക് കൊറേ അന്വേഷിക്കാനുണ്ടോ? എന്തെന്നാ ഈ അന്വേഷിക്കണ്ടേ? വീഡിയോല്ലാം ഓക്കെയാ? നോക്കട്ടെ. ധൈര്യമായിട്ട് പോയി ചേർത്തോ. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവേശനോത്സവത്തിന് പുതുതായി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ അവരെ അക്ഷരം നിങ്ങൾ മാഷാ? പ്രസിഡന്റ് ഇവിടെ ഇംഗ്ലീഷ് എല്ലാം ഉണ്ടാ? ഇംഗ്ലീഷും ഉണ്ട്, ഹിന്ദിയും ഉണ്ട്, എല്ലാ ഭാഷയും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അറബി ഉണ്ടാ? പിന്നെ അറബി ഉണ്ട്. അറബി അസംബ്ലി നടത്താറുണ്ട് നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം. അതുപോലെ അറബി ക്വിസ് അല്ലേ? പിന്നെ കലോത്സവങ്ങളില് അറബിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ. കൂടാതെ ഗണിതം കുട്ടികൾക്കൊരു ഗണിത മിഠായി എന്ന പേരില് കുട്ടികൾക്കൊരു മധുര രൂപത്തിൽ തന്നെ വളരെ രസകരമായി കളിയിലൂടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. കൂടാതെ അബാക്കസ് ഉണ്ട്. അബാക്കസ് എന്ന് വെച്ചാൽ കുട്ടിക്ക് കൂട്ടലില്ലേ, ഗണിതത്തിൽ കൂട്ടൽ ക്രിയകള് അതിൽ എളുപ്പത്തില് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. എല്ലാം ഞാൻ ചേർത്തുന്ന എന്റെ മോനിനെയും കൂട്ടിയിട്ട് ഈ കുന്നും കയറിയിട്ടാടോ ഇവിടെ വരണ്ടേ? നിങ്ങൾ കുട്ടീനെയും കൂട്ടിക്ക് വരണ്ട. നമ്മൾ സ്കൂളിൽ ബസ് ഉണ്ട്. നിങ്ങളെ ഗേറ്റിനിടക്ക് വന്നിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് ഈ സ്കൂളിൽ കൊണ്ടായിട്ട് വൈകുന്നേരം ഉത്തരവാദിത്തത്തോടു കൂടി വീട്ടിലേക്ക് പോകും. അതുണ്ട്. ഓഹോ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. അതെ അല്ലേ? എനിക്കിവിടെ മൊത്തത്തില് ഇഷ്ടപ്പെട്ടു. മൊത്തത്തില് എല്ലാ കാര്യങ്ങളും ഓക്കെയാ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്നാല് എന്റെ മോനിക്ക് ഭക്ഷണം കഴിക്കുമ്പോ കഴിച്ച് കഴിയുന്നവരെ മൊബൈൽ വേണം. അത് നിങ്ങൾ കൊടുക്കണം. എന്നാലും ഭക്ഷണം കഴിക്കുമല്ലോ. കഴിക്കൂല. മൊബൈല് കൊടുത്തിട്ടുള്ള ശീലം അത് നമുക്ക് മാറ്റിയെടുക്കാം. മൊബൈലൊന്നും നോക്കാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഈ സ്കൂളിലുള്ളത്. കഴിക്കൂല. കഴിക്കും. നല്ല കഴിച്ചിട്ട് നല്ലൊരു കുട്ടിയായിട്ട് നിങ്ങളെ മോനെ തിരിച്ചു വരും. പിന്നെ ആജിക്ക ഒരു സ്കൂൾ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ വെച്ചാല് ആ സ്കൂളിലെ ബാത്റൂമിൽ ചെന്ന് നോക്കിയാൽ മതി എന്നാണ് പണ്ടേ പറയാം. നിങ്ങൾ ഈ സ്കൂളിലെ ബാത്റൂമിൽ ചെന്ന് നോക്കുക, എത്ര വൃത്തിയുണ്ട്, എങ്ങനെയാണ്. പിന്നെ ഇവിടെ മിനി പാർക്ക് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനും പഠിക്കുമ്പോൾ തന്നെ കളിച്ചോണ്ട് പഠിക്കാനുള്ള മിനി പാർക്ക് ഉണ്ട്. അതുപോലെ നല്ല പൂന്തോട്ടങ്ങളുണ്ട്.
പിന്നെ വിഭവസമൃദ്ധമായ രുചിയുള്ള ഭക്ഷണമാണ് ഈ സ്കൂൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അത് പിന്നെ നല്ല അധ്യാപകര്, പിന്നെ നല്ല അന്തരീക്ഷം. നിങ്ങൾക്കറിയാലോ, ഈ മലേനെ അറിയില്ലേ നിങ്ങൾക്ക്? നല്ല വെള്ളം, നല്ല ശുദ്ധമായ ജലം ഇതെല്ലാം ഉള്ള സ്കൂളാണിത്. എന്നാ പിന്നെ ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. എൻ്റെ കുട്ടീനെയോ നമ്മളെ കുടുംബത്തിലെ കുട്ടികളെയും മച്ചൂർമല മനോഹര വിലാസ LP സ്കൂൾ ചേർക്കാനാ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, പുരളിമലക്ക് താഴെ പ്രകൃതി അതിൻ്റെ എല്ലാ വർണ്ണങ്ങളും ചാലിച്ച നിർമ്മിതിയാണ് മച്ചൂർമല. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞ മനോഹര വിലാസം LP സ്കൂൾ. അനേകരെ ജീവിതത്തിൻ്റെ ഉയർന്ന പടവുകളിലേക്ക് നയിച്ച് തലയുയർത്തി നിൽക്കുകയാണ് ഈ വിദ്യാലയം. ഉപാധികളില്ലാതെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ആകാശമായ പൊന്നുമക്കളെ ഞങ്ങൾക്ക് വിട്ടുതരിക. പകരം സൂര്യനെ കാണാതെ ഒളിപ്പിച്ചു വെച്ച അനേകം നക്ഷത്രങ്ങളുടെ വിത്തുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു നൽകാം.